നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. അധികൃതർ തമ്മിലെ വടംവലിയിൽ വലഞ്ഞ നാട്ടുകാർ. നാക്കോല AEO റോഡിലെ ടാർ കുത്തിപ്പൊളിച്ച് ആഴ്ചകൾ പിന്നിട്ടെങ്കിലും റീടാറിംഗ് ആരംഭിച്ചിട്ടില്ല. ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുമെന്ന ആശങ്കയാണ് ടാറിംഗ് തുടങ്ങാത്തതിന് കാരണം. 1.5 കിലോമീറ്റർ ദൂരമുള്ള റോഡിൽ 27 ഇടങ്ങളിൽ പൊളിച്ച് ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം കണക്ഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെയെല്ലാം ശരാശരി 50 സെന്റിമീറ്റർ മാത്രം കുഴിയെടുത്താണ് പൈപ്പ് ഇട്ടിട്ടുള്ളത്. അതിനാൽ റോഡ് പണിക്ക് വൈബ്രാറ്റർ ഉൾപ്പെടെ യന്ത്രം പ്രവർത്തിക്കുമ്പോൾ പൈപ്പ് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അശാസ്ത്രീയമായി റോഡ് പൊളിച്ചതാണ് നിലവിൽ യാത്രികർക്ക് ദുരിതമായത്. കാൽനടയായി പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. 2019 തുക വകയിരുത്തിയ റോഡാണ് 6 വർഷം പിന്നിട്ടിട്ടും എവിടെയും എത്താത്തത്. 1.5 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് 1.47 കോടി രൂപയാണ് എസ്റ്റിമേറ്റ്. കൾവേർട്ട് പണികളും ഭിത്തികെട്ടലും 1 വർഷം മുമ്പ് കഴിഞ്ഞെങ്കിലും ടാറിംഗ് പ്രവൃത്തികൾ ചെയ്തിരുന്നില്ല. BMBC ടാറിംഗിന് മുന്നോടിയായാണ് ആഴ്ചകൾക്ക് മുമ്പ് നിലവിലെ റോഡ് പൊളിച്ചത്. നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടുമോ എന്ന ആശങ്ക തുടർ പ്രവർത്തനത്തിന് തടസ്സമായി. നിലവിൽ റോഡിന്റെ ഒരു വശത്തുകൂടി മാത്രമാണ് പൈപ്പ് പോയിട്ടുള്ളത്. ഭാവിയിൽ മറുവശത്തുള്ളവർക്ക് കണക്ഷൻ എടുക്കേണ്ടി വരുമ്പോൾ റോഡ് കുറുകെ പൊളിക്കേണ്ടി വരും. റോഡിന്റെ മറുഭാഗത്ത് പൈപ്പിടാൻ അനുമതി ആവശ്യപ്പെട്ട് പഞ്ചായത്തിനെ രേഖാമൂലം പലവട്ടം സമീപിച്ചെങ്കിലും റോഡ് പൊളിക്കാൻ അനുവദിച്ചില്ലെന്നാണ് അതോറിറ്റിയുടെ വാദം. ഇപ്പോൾ പൈപ്പിടണമെന്ന് പഞ്ചായത്ത് പറയുന്നുണ്ടെങ്കിലും അതോറിറ്റിക്ക് ഫണ്ടില്ലെന്നും പറയുന്നു. റോഡിന്റെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി 14-ാം തീയതി MLA അധികൃതരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. നഗരമധ്യത്തിൽ യുവതിയുടെ 5 പവൻ മാലയും മറ്റ് രേഖകളും അടങ്ങുന്ന പേഴ്സ് നഷ്ടപ്പെട്ട പരാതിയിൽ 1 മാസമായിട്ടും തുമ്പ് കണ്ടെത്താനാകാതെ കുന്നംകുളം പോലീസ്. ഇതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഐഷ. കുന്നംകുളം ചെറുവത്താണി കൂളിയാട്ടിൽ വീട്ടിൽ ഐഷയുടെ 5 പവൻ വരുന്ന മാലയും ബാങ്ക് ചെക്ക് ബുക്ക്, ആധാർ കാർഡുമടങ്ങുന്ന പേഴ്സ് ഫെബ്രുവരി 7-ന് ഉച്ചയ്ക്ക് കുന്നംകുളം തൃശൂർ റോഡിലെ സ്വകാര്യ ജ്വല്ലറിക്ക് മുൻവശത്തു വെച്ചാണ് നഷ്ടപ്പെട്ടത്. വീട്ടിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ സ്വകാര്യ ജ്വല്ലറിയിലെത്തിയ യുവതി പേഴ്സ് നോക്കിയപ്പോഴാണ് മാലയും മറ്റു രേഖകളുമടങ്ങുന്ന പേഴ്സ് നഷ്ടപ്പെട്ടതായി കണ്ടത്. ഉടൻ തന്നെ ജ്വല്ലറിയിലെ CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങിയ ഭാഗത്ത് പേഴ്സ് കിടക്കുന്നതും അതുവഴി വന്ന നൈറ്റി ധരിച്ച സ്ത്രീ എടുത്തുകൊണ്ടുപോകുന്നതായും കണ്ടെത്തി. പേഴ്സുമായി സ്ത്രീ എതിർവശത്തുള്ള ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നതായാണ് ദൃശ്യങ്ങളിലുള്ളത്. CCTV ദൃശ്യം ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകി. എന്നാൽ അന്വേഷണം എവിടെയും എത്തിയില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി വിവരങ്ങൾ ചോദിച്ചറിയാറുണ്ടെങ്കിലും എങ്ങനെ അന്വേഷിക്കാനാണെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് പതിവെന്ന് ഐഷ പറയുന്നു. അതേസമയം ജ്വല്ലറിയിലെയും ഗവൺമെന്റ് ആശുപത്രിയിലെയും CCTV ക്യാമറകൾ കൃത്യമായി പോലീസ് പരിശോധിച്ചിട്ടില്ലെന്നും ആരോപണമുണ്ട്. നഗരസഭ സ്ഥാപിച്ചിട്ടുള്ള നഗരത്തിലെ CCTV ക്യാമറകൾ പരിശോധിച്ചാൽ സൂചന ലഭിക്കുമെന്നും യുവതി പറയുന്നു. 1 മാസമായിട്ടും യാതൊരു തുടർ നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് യുവതി. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. കൊടിയേറ്റത്തിന് ശേഷം മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ ഉത്സവ കലാപരിപാടികളുടെ ഉദ്ഘാടനം ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. ഭദ്രദീപം തെളിയിച്ചായിരുന്നു ഉദ്ഘാടനം. ചടങ്ങിൽ ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നവീകരിച്ച ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലെ സ്ഥാപിച്ച ബിഗ് ഫാനിന്റെ സ്വിച്ച് ഓൺ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു.
ഗുരുവായൂർ പുസ്തകോത്സവത്തിനോടനുബന്ധിച്ച് EMS സ്ക്വയറിൽ നടന്ന പ്രഭാഷണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് നിർവഹിച്ചു. ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP വിനോദ് അധ്യക്ഷനായിരുന്നു. നവകേരളവും നവമാധ്യമങ്ങളും എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് പ്രഭാഷണം നടത്തി. ഹസൻ മുസ്ലാറ്റ് പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ 10 ദിവസങ്ങളിലായി നടത്തുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് നിർവഹിച്ചു. നഗരസഭാ ഡെപ്യൂട്ടി ചെയർമാൻ അനിഷ്മ ഷനോജ് അധ്യക്ഷയായിരുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെഫീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A. സായിനാഥൻ, HS. ലക്ഷ്മണൻ, KS എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പ്രധാന ജലവിതരണ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ തുടങ്ങി. ജല അതോറിറ്റി കുന്നംകുളം സെക്ഷന്റെ കീഴിലുള്ള കേച്ചേരി മുതൽ അക്കിക്കാവ് വരെയുള്ള ഭാഗങ്ങളിലാണ് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. 17 കോടി രൂപ ചെലവിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർണ്ണമായി നവീകരിക്കുന്ന സംസ്ഥാന പാതയുടെ നിർമ്മാണം 2023 പൂർത്തിയാകേണ്ടതായിരുന്നു. കാലാവധിക്കുള്ളിൽ പണി പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന കരാർ കമ്പനിയെ ഒഴിവാക്കി പുതിയ കരാറുകാരെ നിയമിച്ചതോടെയാണ് വീണ്ടും പണികൾ ആരംഭിച്ചത്. മഴ തുടങ്ങുന്നതിനു മുൻപ് ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കാനാണ് പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി കല്ലുംപുറം മുതൽ പെരുമ്പിലാവ് വരെയുള്ള റോഡിൽ 1ാം ഘട്ട ടാറിംഗ് നടത്തിയെങ്കിലും ജല അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റാത്തതിനാൽ അക്കിക്കാവ് മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗങ്ങളിൽ കലുങ്ക് നിർമ്മാണം ഒഴികെ ഒരു പ്രവൃത്തിയും നടത്തിയിരുന്നില്ല. നിർവഹണ ഏജൻസിയായ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റിനാണ് ഇപ്പോൾ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള ചുമതല. പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയതും മേൽനോട്ടം വഹിക്കുന്നതും ജല അതോറിറ്റിയാണ്. തൃത്താല കുടിവെള്ള പദ്ധതിയുടെ കുന്നംകുളം സെക്ഷന്റെ കീഴിലുള്ള വലിയ പൈപ്പുകളും 10 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പുകളുമാണ് മാറ്റുന്നത്. അരനൂറ്റാണ്ടോളം പഴക്കമുള്ളവയാണ് നിലവിലുള്ള പൈപ്പുകൾ. ഇവ ദിനംപ്രതി പൊട്ടുന്നത് മൂലം റോഡ് പൊളിക്കുന്നത് പതിവായിരുന്നു. അക്കിക്കാവിൽ ഗതാഗത തടസ്സം. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പുതിയ ജലവിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ തുടങ്ങിയതോടെ സംസ്ഥാന പാതയിൽ കുന്നംകുളത്തിനും അക്കിക്കാവിനും ഇടയിലുള്ള ഗതാഗതം ദുരിതമായി. പൈപ്പിടാൻ കുഴിച്ച കുഴിയുടെ സമീപം ദിശ പാലിക്കാതെ ഒരേ സമയം എത്തുന്ന വാഹനങ്ങൾ കടുത്ത ഗതാഗത കുരുക്കാണ് സൃഷ്ടിക്കുന്നത്. ഇത് പലപ്പോഴും വഴക്കിനും തർക്കത്തിനും ഇടയാക്കുന്നു. ഗതാഗത തടസ്സം രൂക്ഷമാകുമ്പോൾ ദീർഘദൂര ബസ്സുകൾ പഴഞ്ഞി വഴിയാണ് പെരുമ്പിലാവിൽ എത്തുന്നത്. അമിത വേഗത്തിൽ ഗ്രാമീണ റോഡ് വഴിയെത്തുന്ന ബസ്സുകൾ ആ വഴിയുള്ള ഗതാഗതത്തിനും ഭീഷണിയാകുന്നുണ്ട്. പണികൾ തീരും വരെ കൃത്യമായ ഗതാഗത നിയന്ത്രണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. KSKTU കുന്നംകുളം ഏരിയ വനിതാ കൺവെൻഷൻ നടന്നു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സിന്ധു സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ കൺവീനിംഗ് കമ്മിറ്റി അംഗം ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് കൺവീനർ ഓമന ബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം P. മോഹൻദാസ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MB പ്രവീൺ, CPIM ജില്ലാ കമ്മിറ്റി അംഗം M. ബാലാജി, ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ, KSKTU ഏരിയ പ്രസിഡന്റ് MS വിനോദ് എന്നിവർ സംസാരിച്ചു. കൺവെൻഷന് തുടക്കം കുറിച്ച് ഏരിയ കമ്മിറ്റി അംഗം പുഷ്പ ജോൺ പതാക ഉയർത്തി. ഏരിയ കമ്മിറ്റി അംഗം രേഖ സുനിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കൺവീനറായി ആൻസി വില്യംസ്, ജോയിന്റ് കൺവീനർമാരായി ബിന്ദു ധർമ്മൻ, രേഖ സുനിൽ തുടങ്ങി 15 പേരെ ഏരിയ കൺവീനിംഗ് കമ്മിറ്റി അംഗങ്ങളായി തെരഞ്ഞെടുത്തു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാൾ കൊടിയേറ്റം നടന്നു. വികാരി ഫാദർ ലിയോ പുത്തൂർ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. തുടർന്ന് ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന, നേർച്ച സദ്യ എന്നിവ ഉണ്ടായി. ജനറൽ കൺവീനർ ജോജു അയ്യങ്കുളം, കൈക്കാരന്മാരായ വിൽസൺ അന്തിക്കാട്, ആൻസൺ ചിറിയത്ത്, ലേവി ആളൂർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാർച്ച് 19 ബുധനാഴ്ചയാണ് ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. നെൽകൃഷിയിൽ പുതുമകൾ കണ്ടെത്തുകയാണ് ഷബീർ എന്ന യുവ കർഷകൻ. മഹാരാഷ്ട്രയിൽ നിന്നു കൊണ്ടുവന്ന നസർബാത്ത് എന്ന നെൽവിത്താണ് ഇത്തവണ ഷബീർ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത്. യൂട്യൂബിൽ നിന്നുമാണ് ഈ നെല്ലിനത്തെക്കുറിച്ച് അറിഞ്ഞത്. കൊല്ലംകോടുള്ള സുഹൃത്ത് അനീഷ് വഴിയാണ് ആദ്യഘട്ടത്തിൽ 25 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള വിത്ത് സംഘടിപ്പിച്ചത്. മിതമീർപ്പമുള്ള സ്ഥലങ്ങളിലാണ് 110 മുതൽ 120 ദിവസം വരെ മൂപ്പുള്ള നസർബാത്ത് വിത്ത് കൃഷി ചെയ്യേണ്ടത്. വിത്ത് കിലോയ്ക്ക് 300 രൂപ വിലയുണ്ട്. കൃഷി ഓഫീസർ സുരേന്ദ്രന്റെ പിന്തുണയും നിർദ്ദേശങ്ങളും ഷബീറിന്റെ പരീക്ഷണ കൃഷിക്ക് സഹായകമായിട്ടുണ്ട്.
ഇത് യൂട്യൂബിൽ കണ്ടപ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട് അനീഷ്, അതിൽ കടലാണ്. അപ്പോൾ അവന് മുഖാന്തരം കൊല്ലംകോടുള്ള ഒരാളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വിത്ത് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു താല്പര്യം. അപ്പോൾ സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ തൽക്കാലം കുറച്ച് സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. കൂടുതൽ വ്യാപിക്കാനാണ് അടുത്ത വർഷം മുതൽ ഉദ്ദേശിക്കുന്നത്. ആന്റി ഓക്സൈഡുകളാൽ സമ്പുഷ്ടമായ നസർബാത്തിന്റെ അരി ഹൃദയത്തിന്റെയും നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തിനും രക്തചംക്രമണത്തിനും ഗുണപ്രദമാണ്. പ്രമേഹബാധിതർക്കും ഉപയോഗിക്കാവുന്ന ഔഷധ ഗുണമുള്ള അരിയായതിനാൽ മികച്ച വില ഇതിനുണ്ട്. നെൽകൃഷിയിൽ വലിയ താൽപ്പര്യമുള്ള ഷബീർ 8 ഏക്കർ സ്ഥലത്ത് ഉമാവിത്തും കൃഷി ചെയ്യുന്നുണ്ട്. അടുത്ത സീസണിൽ കൂടുതൽ സ്ഥലത്ത് നസർബാത്ത് വിത്ത് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എടപ്പാൾ ഐലക്കാട് പറയംവളപ്പിൽ ബഷീർ എന്ന യുവ കർഷകൻ. നമ്മുടെ ഷബീർ എന്ന യുവ കർഷകനാണ്. ഇത് അദ്ദേഹം യൂട്യൂബിൽ നിന്നാണ് ഇങ്ങനൊരു വിത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം വളരെ കുറഞ്ഞ സ്ഥലത്ത് ഇത് പരീക്ഷിക്കപ്പെടുകയാണ്. ഇത് നല്ലൊരു റിസൾട്ട് ആവുകയാണെങ്കിൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇത് വിത്ത് തന്നെ കിലോയ്ക്ക് 300 രൂപ ഉണ്ട്. നെല്ലിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇവിടെ സാധാരണ മില്ലിൽ തന്നെ ഇത് കുത്തിയെടുക്കാവുന്നതാണ്. ഒരുപാട് ഔഷധ മൂല്യമുള്ള നെല്ല്. കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക്കിൽ 1999 പഠിച്ച കമ്പ്യൂട്ടർ ടെക്നോളജി ഡിപ്ലോമ വിദ്യാർത്ഥികൾ കാലങ്ങൾക്ക് ശേഷം തങ്ങളുടെ ഓർമ്മകൾ കൂട്ടിവെച്ചൊരുക്കിയ മ്യൂസിക് ആൽബം പരിഭവം തോരാതെ റിലീസിന് ഒരുങ്ങുന്നു. ഗവൺമെന്റ് പോളിടെക്നിക് 99 മെലോഡീസ് എന്ന ബാനറിൽ നിർമ്മിച്ച വീഡിയോ സോങ്ങിന്റെ രചനയും ആലാപനവും അഭിനയിക്കുന്നവരും എല്ലാം പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ പ്രവീൺ വിദ്യാനന്ദൻ രചനയും രഞ്ജിത്ത് രാമൻ ആലാപനവും നിർവഹിക്കുന്നു. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ദയാനാഥ് ആണ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കൂട്ടുകാരുടെ ഏറെ നാളത്തെ ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് സഹപാഠികൾ. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് പെരിങ്ങോട്ടുകരയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ES സുധീപും ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് വിനോദ് കുമാറുമാണ്. വീഡിയോയുടെ പോസ്റ്റർ പ്രകാശനം കലാലയത്തിലെ പൂർവ്വ അധ്യാപിക PV നീന ടീച്ചർ നിർവഹിച്ചു. ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഇൻചാർജ് KB സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനുമായ റാഫി നീലങ്കാവിൽ മുഖ്യാതിഥിയായി. അധ്യാപകരായ ശിവരാമകൃഷ്ണൻ, E പ്രകാശ്, സിജോ വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഈ മാസം തന്നെ വീഡിയോ പുറത്തിറക്കുമെന്ന് കൂട്ടായ്മ ഭാരവാഹികളായ PV ശിവദാസ്, TV വിനീത്, മനോജ് രാമചന്ദ്രൻ, നവാസ് ചങ്ങനാത്ത്, സവാദ് കുടിലിങ്കൽ, KT അനീഷ് എന്നിവർ അറിയിച്ചു. വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ പാർട്ടി ഓഫീസിൽ വോട്ടവകാശത്തിൽ നിന്ന് പ്രാതിനിധ്യത്തിലേക്ക് എന്ന പ്രമേയത്തിൽ ജില്ലാ ആസ്ഥാനത്ത് ജനപ്രതിനിധികളുടെ സംഗമം സംഘടിപ്പിച്ചു. വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം സുലേഖ അസീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VB സമീറ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, കോർപ്പറേഷൻ കൗൺസിലർമാർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ്, വെൽഫെയർ പാർട്ടി മതിലകം ബ്ലോക്ക് മുൻ മെമ്പർ സയ്യിദ സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി MD കോളേജിലെ അവസാന വർഷ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾക്ക് യാത്രയയപ്പും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. കോളേജ് ഹാളിൽ NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ മഞ്ജുഷയുടെ അധ്യക്ഷതയിൽ നടന്ന യാത്രയയപ്പ് യോഗവും ബോധവൽക്കരണ ക്ലാസും ഡോക്ടർ ജിജി പോൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സെൽഫ് ഫിനാൻസിംഗ് മേധാവി ഡോക്ടർ രാജീവ്, കോളേജ് യൂണിയൻ ചെയർമാൻ അഭിജിത്ത്, ഡോക്ടർ അനീഷ്, രാംദാസ്, ഡോക്ടർ ജെസി എന്നിവർ സംസാരിച്ചു. NSS വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 820 രൂപ, പവന് 64,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 106 രൂപ. ചരമം ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി തടത്തിൽ പരേതനായ വേലായുധന്റെ ഭാര്യ കുഞ്ഞുമോൾ നിര്യാതയായി. 96 വയസ്സായിരുന്നു. സംസ്കാരം 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. കുഞ്ഞുമോൻ, വസന്തകുമാരി, സുബ്രഹ്മണ്യൻ, ശ്രീലത, ബാബു, പരേതരായ സുകുമാരൻ, ചന്ദ്രൻ, രാജൻ എന്നിവർ മക്കളാണ്. തെക്കേപ്പുറത്ത് ഒരുമനിയൂർ വീട്ടിൽ വിശ്വനാഥൻ ഭാര്യ വിജയ നിര്യാതയായി. 55 വയസ്സായിരുന്നു. സംസ്കാരം 2 മണിക്ക് കുന്നംകുളം നഗരസഭാ വാതക ശ്മശാനത്തിൽ നടക്കും. വിശ്വനി, വിശ്വജിത്ത്, വിശ്വാസ് എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.